അതല്ല, ഇത് വേൾഡ് വാർ 2 അല്ല, ഇത് വേൾഡ് വാർ 1 ആ. ഞാൻ പറയാം ആദ്യത്തെ. ആ സമയം സോവിയറ്റ് യൂണിയൻ അല്ലായിരുന്നു, വേറെ റഷ്യയും ജപ്പാനും കൂടെ. അത് റഷ്യൻ എംപയർ ആയിരുന്നു. എംപയർ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. എംപയർ ഒരു പൊട്ടനായിരുന്നു ലീഡ് ചെയ്തത്, സാർ നിക്കലസ്. സോവിയറ്റ് യൂണിയൻ വന്നപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ ഇപ്പൊ പുതിയ റെവല്യൂഷൻ അല്ലേ. അപ്പോൾ ഈ പവർ കോൺസോളിഡേറ്റ് ചെയ്യണമെന്നുകൊണ്ട് മിലിറ്ററിനെ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജർമ്മനിയും റഷ്യ പീസായി. അത് ലെനിൻ, ജർമ്മനിയുടെ ഒരാള് ലെനിൻ. അവച്ചാൽ ജർമ്മൻസ് ആണ് ലെനിനെ അടുത്ത് റഷ്യയിലോട്ട് വിട്ടത്. അതുകൊണ്ട് റഷ്യയും സോവിയറ്റ് യൂണിയനും ജർമ്മനിക്ക് കുഴപ്പമില്ല. അതും ഇത് നാസി ജർമ്മനി അല്ല, ഇത് ജർമ്മൻ എംപയറാണ്. ഇത് കൈസറിന്റെ അടിയിലുള്ള ജർമ്മനി. അപ്പൊ ജർമ്മനിക്ക് ജയിക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാ ജർമ്മനിക്ക് മൊബൈൽ വാർഫെയർ നടക്കാൻ പറ്റില്ല. ആ സമയത്ത് ഈ ജർമ്മൻസിന്റെ വാർ പ്ലാൻ, സ്നീഫിൽ പ്ലാൻ, അതിന്റെ ബേസ് വെച്ച മൊബൈൽ വാർഫെയർ. പക്ഷെ അവർ ട്രെഞ്ച്മെന്റ്സ് ഡിഗ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ട്രെഞ്ചസിൽ മെഷീൻ കണക്ക് വെക്കാൻ തുടങ്ങിയപ്പോ മൊബൈൽ വാർഫെയർ നടക്കത്തില്ല. ബിക്കോസ് അത് ഓപ്പൺ ആയിട്ടല്ലേ പോകുന്നത്. അത് ഈ ഡിഫൻസസിൽ ഇരിക്കുന്ന ഫ്രഞ്ചിന് മെഷീൻ ഗൺ ചെയ്ത് വിടാം. അപ്പൊ എന്തായെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് വാർഫെയർ ആയി. അപ്പൊ ജർമ്മനിക്ക് കുറച്ചും കൂടെ നാളെ പിടിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. അപ്പൊ അങ്ങനെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും പവർ വീണ്ടും റീകോൺസോളിഡേറ്റ് ചെയ്ത് ഫ്രഞ്ചസ് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റി. ജർമ്മനി ജയിച്ചായിരുന്നെങ്കിൽ ട്രീറ്റി ഓഫ് വെർസൈലസ് ഉണ്ടാകത്തില്ല ആദ്യമേ. അതുകൊണ്ട് ഹിറ്റ്ലർ റൈസ് ചെയ്യത്തില്ല. ഈ ഹിറ്റ്ലറിന്റെ റൈസിന്റെ ഒരു കാര്യം വെച്ചാൽ ട്രീറ്റി ഓഫ് വെർസൈലസ്. ഈ വെർസൈലസിന്റെ ട്രീറ്റി ഉള്ളതുകൊണ്ട് ഈ ജർമ്മൻസ് ഭയങ്കര ആംഗ്രി ആയിരുന്നല്ലോ. ഭയങ്കര അൺഫെയർ അല്ലായിരുന്നു. അതിനെ ക്യാപിറ്റലൈസ് ചെയ്താണ് ഹിറ്റ്ലർ വന്ന് പവർ നേടിയത്. ഇസ്രയേല് ഉണ്ടാകത്തില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ ജർമ്മനാ. ആള് ജർമ്മനാ. ആള് ജൂതനായിരുന്നു. പക്ഷെ ആള് ഇസ്രയേലി അല്ല. ആള് ഇതുവരെ ജൂതനായതുകൊണ്ട് ആ സമയം ഹിറ്റ്ലർ വന്ന് ജൂതന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ, അത് ഓടി അമേരിക്കയിലോട്ട് പോയി. ആള് ശരിക്കും പറഞ്ഞ ഉൾം എന്ന് പറയുന്ന സിറ്റിയിലാണ് ജനിച്ച. ULM അവിടെ ജനിച്ച. അത് ഈ കുറെ നാൾ അവിടെ തന്നെയായിരുന്നു. അത് ഇറ്റലിയിലോട്ട് മാറി. ഇറ്റലിയിൽ മാറിയിട്ട് തിരിച്ച് ജർമ്മനിയിലോട്ട് പോയി. ബെർലിനിലായിരുന്നു.